എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ. ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാൻ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണതേ 2 ദിവസമായി. ഇപ്പം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും അന്ത്യചർച്ചകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് AP അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിനെ കണ്ട് ഇന്ത്യയിലെ കാര്യങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യങ്ങളും അദ്ദേഹം യോജിപ്പിച്ചു സംസാരിച്ചതാണ്. പക്ഷെ പലർക്കൊക്കെ അത് വളരെ നഷ്ടമായി തോന്നി. കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ്റെ 40ഓളം രാജ്യങ്ങളിൽ നേരിട്ട് പോയി അവിടുത്തെ ഭരണാധികാരിയായിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു മുസ്ലിം നേതാവ് അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ്റെ മാറി മാറി തന്നെ പ്രധാനമന്ത്രിമാരെ കയറ്റി നേരിട്ട് ബന്ധം പുലർത്തി വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ എവിടെയെങ്കിലും മലയാളികളോ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന പോലെ ജാതിയോ മതമോ നോക്കാതെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷരാണ് എന്ന് പറഞ്ഞ് അത് പ്രചരിപ്പിച്ച് അത് വളരെ ഒരു കോത്താമ്പിയായി കൊണ്ടുവന്ന് അദ്ദേഹത്തിനെതിരെ വാട്സപ്പിലും ഫേസ്ബുക്കിലും നാട്ടിലും മുഴുവൻ പ്രചരണം നടത്തുന്ന ചിലവരുണ്ട്. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക, മുൻകാലങ്ങളിൽ ഇവിടെ സംഘപരിവാറും RSSും ഭരിക്കുമ്പോൾ 2 മുസ്ലിം MP-മാർ ഇവിടുന്ന് പോയി ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും കൊന്നൊടുക്കിയപ്പോഴേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷരാണെന്ന് പറഞ്ഞ് BJPൻ്റെ ഇപ്പം മുഖ്താർ അബ്ബാസിൻ്റെയും അതുപോലെ BJPൻ്റെ അന്നത്തെ ഭരണകർത്താക്കളായ ആഭ്യന്തരമന്ത്രിൻ്റെയൊക്കെ കൂടെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇവിടുത്തെ ക്ഷണിതാക്കളായി പോയി 2 MP-മാരെ നമുക്കറിയാം. അവിടെ പോയി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷരാണ്, ഈ ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു പീഡനം അനുഭവിക്കുന്നില്ല എന്ന് പച്ചക്ക് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ കൂട്ടക്കൊല നടന്നപ്പോൾ പറഞ്ഞപ്പോൾ 2 MP-മാർ അനുയായികളാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഇത് പറയുന്നത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, ആ ഉടനെ തന്നെ 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർന്ന് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഈ നാട്ടിൽ കൊന്നൊടുക്കിയപ്പോഴാണ് ഒരു സംഘടന പാലക്കാട് അതിൻ്റെ സംസ്ഥാന സമ്മേളനം വെച്ച് ആ സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷരാണെന്നും അവിടെ ഒരു മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു പ്രയാസമില്ലാന്നും ഇന്ന് ഇന്ത്യയെ പോലെ മുസ്ലിങ്ങളെ സന്ദർശിക്കുന്ന ഒരു രാജ്യം വേറല്ല എന്ന് പ്രസംഗിച്ചവരുണ്ട് ഈ നാട്ടിൽ. നമ്മൾ ഇന്ന് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഈ ഇന്ത്യൻ്റെ പല സ്റ്റേറ്റുകളിലും ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ അനാഥ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവിടുന്ന് ഒട്ടോടോ കുടുംബങ്ങളോ ഒന്നുമില്ലാതെ ആ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി മതം അറിയാത്ത പോലെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് 10,000-കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി അവരൊരു നിലയിലെത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന ആ മഹാനായ മനുഷ്യൻ ഒരു കൂട്ടർ കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹം ട്രെയിനിൽ കുട്ടികളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ടീം കൊണ്ടുവന്നപ്പോൾ മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞ് കേസ് ചാർജ് ചെയ്ത് ജയിലിലിട്ടെന്ന് നമ്മൾ മറന്നിട്ടില്ല. അദ്ദേഹം ചെയ്യുന്ന നന്മ അന്ന് ആലോചിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ ആ വകുപ്പ് മന്ത്രി അടക്കം പ്രസംഗിച്ച് ഇത് പൂട്ടിച്ചേ അടങ്ങുള്ളൂ എന്ന് കോഴിക്കോട് മർക്കസിന് മുന്നിൽ പ്രസംഗിച്ചത് ഇന്നും ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളാരും മറക്കണ്ട. അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ AP അബൂബക്കർ മുസ്ലിയാർ 10 വർഷങ്ങൾ മറക്കാതിരിക്കുക. 80 മുതൽ 90 വരെയുള്ള കാലഘട്ടം നിങ്ങൾ ആരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച് അവരാണ് നിങ്ങൾ സ്നേഹിച്ചു കൊണ്ട് പോണത്, ആ സ്നേഹത്തിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. യോജിപ്പുകൾ വേണം സമുദായത്തിനും സമൂഹത്തിനും എല്ലാത്തിനും, അതൊക്കെ നല്ലതാണ്. പക്ഷെ അത് അവനെ സത്യം തെളിയിച്ചുകൊണ്ട് ഞങ്ങളാണ് ഒറിജിനൽ എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടാനുമാണ്ടായ മക്കളെ മാതിരി യോജിക്കണേക്കാട്ടും നല്ലത് യോജിക്കാതിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ യോജിക്കണം എന്ന അഭിപ്രായമുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ ചിലർക്ക് കസാലകളും അധികാരങ്ങളും നഷ്ടപ്പെടുമ്പോൾ ഒരു യോജിപ്പുണ്ടല്ലോ, ആ യോജിപ്പാണ് നിങ്ങളിൽ നിന്ന് കാണുന്നത്. പക്ഷെ നിങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ. ഈ കാലഘട്ടമൊക്കെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളെ ഇന്ന് തുടർന്ന് നിസ്കരിക്കുന്നവരും ഇന്ന് നിങ്ങളെ പിന്തുണക്കുന്നവരും നിങ്ങളേറെ തുമ്പുമ്പോൾ വരുന്നവർ നാളെ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. ഈ അനുഭവം നിങ്ങൾക്ക് എന്നുണ്ടാണത്. എല്ലാം മറക്കണം, പക്ഷേ ചിലതൊക്കെ മനസ്സിൽ വെച്ചാലേ മുന്നോട്ടുള്ള സംഘടനാ വർക്കിനും ജീവിതത്തിനും പലതൊന്നും മറക്കാതെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ എല്ലാ AP-ക്കാരും AP-ൻ്റെ അനുയായികളും ഓർക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളെ ദ്രോഹിച്ചവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാനാണെന്നുള്ള പറയുന്നത്. അന്നും ഇന്നും ഞങ്ങളെപ്പോലെ നിൽക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അത് നിങ്ങളെല്ലാ നിലപാടിനോടല്ല ഈ സമൂഹത്തിന് നിങ്ങൾ നൽകിയ സംഭാവനയോടാണ് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പക്ഷേ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.